മറ്റു വാർത്തകളിലേക്ക്. റിസർവ് ബാങ്ക് പണനയം പ്രഖ്യാപിച്ചു. പലിശ നിരക്കിൽ മാറ്റമില്ല. 6.5% പലിശ നിരക്ക് തുടരും. വിവരങ്ങളുമായി ആന്റണി ചേരുന്നു. ആന്റണി, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിസർവ് ബാങ്കിന്റെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ലിബീഷ്, ഈ വായ്പ എടുത്ത ആളുകളെ സംബന്ധിച്ച് ഭവന വാഹന വായ്പകളൊക്കെ എടുത്ത ആളുകളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായ ഒരു തീരുമാനം തന്നെയാണ്. ഈ 7ാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റം ഇല്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ ഏപ്രിൽ വരെയാണ് ഈ വർധനവ് ഉണ്ടായിരുന്നത്. അന്ന് ഏതാണ്ട് 250 പോയിന്റ് ആണ് വർധനവ് ഉണ്ടായിരുന്നത്. അങ്ങനെ 6.5% ഇപ്പോൾ ഈ റിപ്പോ നിരക്ക് ഉള്ളത്. അതിങ്ങനെ തന്നെ നിലവിൽ തുടർന്നു പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം അടുത്ത സെപ്റ്റംബറോട് കൂടിയേ ഒരുപക്ഷെ ഈ റിപ്പോ നിരക്കിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഈ പണപ്പെരുപ്പം നിരക്ക് ഏതാണ്ട് ഇപ്പോൾ ഈ RBI ലക്ഷ്യമിടുന്ന 4% അടുത്ത് തന്നെയാണ്. RBIയുടെ സഹനപരിധിയായി RBI നിശ്ചയിച്ചിരിക്കുന്നത് 4%. അതിൽ നിന്നിപ്പോൾ തൊട്ട് മുകളിൽ മാത്രമാണ് ഈ പണപ്പെരുപ്പ നിരക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ലക്ഷ്യത്തോട് അടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എത്തിയത്. അതിൽ 6 അംഗങ്ങളിൽ 5 പേരും ഈ വർധന വേണ്ട എന്നുള്ളൊരു കാര്യത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഈ GDP, രാജ്യത്തിന്റെ GDP നമ്മൾ ഈ നടപ്പ് സാമ്പത്തികം പ്രതീക്ഷിച്ചിരുന്ന ഏതാണ്ട് 7% മുകളിലാണ്. പക്ഷേ ഇത്തവണ 7% ഈ GDP വളർച്ചാ നിരക്ക് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഈ MPC കമ്മിറ്റിയുടെ യോഗത്തിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ ഇന്ധന വില ഒക്കെ കുറഞ്ഞത് ഈ പണപ്പെരുപ്പത്തിന്റെ തോത് കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ 6.5% തന്നെ തുടർന്നു പോകാനാണ് ഇപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ വായ്പ സംബന്ധിച്ച പലിശകളിൽ, ഭവന വാഹന പലിശകളിൽ വലിയ മാറ്റമില്ലാതെ നിലവിലെ സ്ഥിതിയിൽ തന്നെ തുടർന്നു പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനി ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാവുക സെപ്റ്റംബറിന് ശേഷം മാത്രമാണ് ഉണ്ടാവുക. ഏതായാലും രാജ്യം കൂടുതൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു ഈ പണപ്പെരുപ്പമാണ്. പണപ്പെരുപ്പം വിചാരിച്ച നിലയിൽ 4% നിലവിൽ ഈ RBI ലക്ഷ്യമിടുന്നത്. അതിനോട് ഏതാണ്ടൊക്കെ അടുത്ത നിലയിലേക്ക് 4.5 എന്ന നിലയിൽ ഇപ്പോൾ പണപ്പെരുപ്പം എത്തിയിരിക്കുകയാണ്. ഇനി ചെറിയ ഒരു കുറവ് മാത്രമാണ് ഉണ്ടാകേണ്ടത്. ഏതായാലും അതിലും മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നിലവിലുള്ളത്. ലിബീഷ്.